ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിക്സൽ ഔട്ട് ആവില്ലാത്ത ക്യാമറയാണ്. അതായത് പിക്സൽ എങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നു സൂം ചെയ്യുമ്പോൾ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടിപൊളി ക്യാമറയാണ്. ഫേസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഹിക്വിഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ക്യാമറകളിൽ ഒരെണ്ണമാണ് ഈ ക്യാമറ. നല്ല അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറയുടെ പ്രത്യേകതകളാണ്. നമുക്ക് ഈ ഒരു ക്യാമറ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, എത്രത്തോളം ക്വാളിറ്റീസ് ഉണ്ട്, എന്തൊക്കെയാണ് ഇതിനകത്ത് മറ്റ് പ്രത്യേകതകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹിക്വിഷൻ്റെ പ്രൊജക്റ്റ് സീരീസിൽ വരുന്ന ക്യാമറയാണിത്. നെക്സ സിസ്റ്റം എന്നുള്ള നമ്മുടെ സ്ഥാപനത്തിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓതറൈസ്ഡ് സ്ഥാപനം ആയതുകൊണ്ട് 3 ഇയർ വാറണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയ്ക്ക് കിട്ടും കേട്ടോ. ഇത് 6 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ DS2CD3766G2T IZS എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഈ ഒരു ക്യാമറ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ബോഡിയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് വാൻഡൽ ഗ്ലാസ് ആണ്. വാൻഡൽ ഡോം ക്യാമറ എന്നാണല്ലോ നമ്മൾ ഇതിനെ വിളിക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാമറ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്രാക്കറ്റും വരുന്നുണ്ട്. അതായത് നമുക്ക് ബാക്ക് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്രാക്കറ്റാണ്. കംപ്ലീറ്റ് ആയിട്ട് മെറ്റലാണ് വരുന്നത്. അപ്പം നമുക്ക് 4x4ഉം 5x5 ബോക്സ് ഒന്നും ഈ ഒരു ക്യാമറ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. പിന്നെ ഈ ഒരു ക്യാമറ സെറ്റപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ അലൈൻകിയും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ക്യാമറയോടൊപ്പം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്യാമറ ഞങ്ങൾ നെക്സ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കാറുള്ളത് വീടുകൾ, ഫ്ലാറ്റുകൾ, ഓഫീസുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ബാങ്കുകൾ എന്ന് വേണ്ട എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. നിങ്ങൾ ATM കൗണ്ടറിൻ്റെയൊക്കെ ഉള്ളിൽ നോക്കുവാണെങ്കിൽ ഇതുപോലുള്ള ക്യാമറകളായിരിക്കും അവിടെയൊക്കെ കാണുന്നത്. കാരണം ഇത് അടിപൊളി ക്യാമറയാണ്. നല്ല പിക്ചർ ക്വാളിറ്റിയാണ് ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നത്. മാത്രമല്ല ഇത് IP67 റേറ്റിംഗ് ആണ് വരുന്നത്. അതായത് നമുക്ക് വെള്ളത്തോടും ഡസ്റ്റിനോടും ഉള്ള ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ക്യാമറയ്ക്ക് വളരെയധികം കൂടുതലാണ്. ഈ ക്യാമറ അത്ര പെട്ടെന്ന് ആർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചൊന്നും കളയാൻ സാധിക്കുകയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് കവറിങ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് കവറിങ് ഊരിയതിന് ശേഷമാണ് ഈ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അന്തരീക്ഷത്തിൽ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാകും. ആ ഈർപ്പം ഇതിനകത്തേക്ക് കയറിയിട്ട് ആ ഈർപ്പത്തോടെയുള്ള എയർ വെച്ചിട്ടാണ് നമ്മളിത് അടച്ചു വെക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ വേനൽ അല്ലെങ്കിൽ വെയിൽ തെളിയുന്ന സമയത്ത് അത് കണ്ടൻസ് ചെയ്തിട്ട് ഇവിടെ എല്ലാം പറ്റി പിടിച്ചിരുന്നിട്ട് ഒരു ഫോഗ് പോലെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് അഴിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ഇങ്ങനെയുള്ള ഒരു ക്യാമറയും അഴിക്കാതിരിക്കുക. ഡോം ക്യാമറകൾ ടററ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഇങ്ങനെ ഉള്ളിൽ നിന്നല്ലല്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അകത്തല്ലല്ലോ അഡ്ജസ്റ്റ് ചെയ്യുക, പുറത്തുനിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഈ ഒരു ക്യാമറയിൽ നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. പിന്നെ സീലിംഗ് മൗണ്ട് ഇൻസ്റ്റലേഷൻ ആണ് ഈ ഇതുപോലെയുള്ള എല്ലാ ഡോം ക്യാമറയ്ക്കും പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. PoE എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ RJ45 പോർട്ട് ഉണ്ട്. PoE പോർട്ടാണ്. പിന്നെ അതുപോലെ നമുക്ക് PoE സ്വിച്ച് അല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നെറ്റ്വർക്ക് സ്വിച്ചിലേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു 12 വോൾട്ട് DC പിന്നിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പവർ കൊടുക്കേണ്ടി വരും. ആ അഡാപ്റ്റർ ഈ ഒരു ബോക്സിൻ്റെ ഒപ്പം വന്നിട്ടില്ല. നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഹൂട്ടറൊക്കെ നമ്മുടെ ക്യാമറയുടെ അടുത്ത് തന്നെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഗ്രീൻ പിൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് 12 വോൾട്ട് ഔട്ട് നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് നമുക്ക് അലാം ഇന്നും അലാം ഔട്ടിൻ്റെയും പിന്നുകളാണ്. നമ്മൾ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ VCA എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, വീഡിയോ കണ്ടൻറ്റ് അനാലിസിസ്. കാരണം ഇതൊരു AI ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ ഫേസ് ക്യാപ്ചറിങ് നടക്കും. അതുപോലെ സ്മാർട്ട് ഇവൻറ്റ്സ് ചെയ്യാൻ സാധിക്കും. പീപ്പിൾ കൗണ്ടിങ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പീപ്പിൾ മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ആപ്ലിക്കേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ സ്മാർട്ട് ഇവൻറ്റ് ഫീച്ചേഴ്സ് കണ്ടോ. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ വരുന്നുണ്ട്. ലൈൻ ക്രോസിങ് നമുക്ക് ചെയ്യാം. റീജിയണൽ എൻട്രൻസ് ഡിറ്റക്ഷൻ ഉണ്ട്. അതുപോലെ റീജിയൻ എക്സിറ്റ് ഡിറ്റക്ഷൻ ഉണ്ട്. അൺഅറ്റൻഡ് ബാഗ് ഡിറ്റക്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റ് റിമൂവൽ ഡിറ്റക്ഷൻ ഉണ്ട്. ഫാൾസ് അലാം ലൈബ്രറി ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറ നമ്മുടെ ഹിക്വിഷൻകാർ റെക്കമെൻഡ് ചെയ്യുന്നൊരു ക്യാമറയാണ് ഫോർ ഫേസ് ഡിറ്റക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫേസ് ഡിറ്റക്ഷൻ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഫേസ് ഡിറ്റക്ഷനും പീപ്പിൾ കൗണ്ടിങ്ങും എല്ലാം നമുക്ക് ഈ ഒരു ക്യാമറയെ എനേബിൾ ചെയ്തിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കോൺഫിഗറേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഇതിൻ്റെ റെസൊല്യൂഷൻ ഒന്ന് നോക്കുവാണെങ്കിൽ കണ്ടോ 3200 × 1800 വരുന്നത്. ഇതുണ്ടോ ഈ ഒരു ക്യാമറ ഇങ്ങനെ നമ്മൾ സൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ
ക്യാമറ ഓട്ടോമാറ്റിക് ആ ഒരു ഏരിയയിലേക്ക് കണ്ടോ തന്നെ ഫോക്കസ് കറക്റ്റ് ചെയ്യും കണ്ടോ, ഫോക്കസ്ഡ് ആയി. ഇപ്പോൾ ക്യാമറ കറക്റ്റായിട്ട് ഞാൻ പിടിച്ചിരിക്കുന്ന ആ ഒരു ബോക്സിലേക്ക് ഫോക്കസ് ചെയ്തേക്കുവാണ്. ഇനി ഞാൻ ഈ ഒരു PTSD കൺട്രോൾ ഓപ്ഷൻ അങ്ങോട്ട് ഓഫ് ചെയ്തു. ഇനി നമുക്കൊരു ഡിജിറ്റൽ സൂമിംഗ് ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോണേ, കണ്ടോ കറക്റ്റായിട്ട് നമുക്കത് വായിക്കാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചു തരാം. സൂമിങ് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് കണ്ടോ, എത്ര അടിപൊളിയായിട്ട് ആ ചെറിയ ലെറ്റേഴ്സ് പോലും നമുക്ക് വായിക്കാൻ പറ്റും. അത്ര അടിപൊളിയായിട്ടാണ് കാണുന്നത് കണ്ടോ. അതാണ് ഈ ഒരു വേരിഫോക്കൽ ക്യാമറയുടെ പ്രത്യേകത. അത്രയും ക്വാളിറ്റിയാണ് ഈ ഒരു ക്യാമറയ്ക്കുള്ളത്. ഇങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കുന്ന ക്യാമറയാണ്. നമ്മൾ സൂം ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ ഓട്ടോമാറ്റിക് അതിൻ്റെ ഫോക്കസ് കറക്റ്റ് ചെയ്തോളും കണ്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ, ക്യാമറ അതിൻ്റെ ഫോക്കസ് തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഫോക്കസ് കറക്റ്റ് ചെയ്തു, ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട്. ഷാർപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് നമ്മുടെ PTSD കൺട്രോൾ ഓപ്ഷൻസ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ മാക്സിമത്തിലല്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, മാക്സിമത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ വീണ്ടും റൈറ്റ് ബട്ടൺ അടിക്കുക, സൂം ചെയ്യുക. അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു ക്യാമറയുടെ ഈ മോളിൽ കാണുന്ന ചില്ലുണ്ടല്ലോ, ഈ ഒരു ചില്ലിൻ്റെ മുകളിലോട്ട് 5 കിലോ ഭാരമുള്ള ഒരു വസ്തു 50 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിന്ന് ഇതിൻ്റെ പൊക്കത്തേക്ക് കൊണ്ടിട്ടാലും ഈ ചില്ല് പൊട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് IK10 റേറ്റിംഗ്. അപ്പോൾ ഞാനതിൻ്റെ മുകളിലോട്ട് ഇട്ട് പരീക്ഷിച്ചൊന്നും നോക്കിയിട്ടില്ല. എന്തായാലും IK10 റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു പരീക്ഷണം ഇവർ നടത്തിയിട്ടുണ്ടാവണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്യാമറ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട്. മാത്രമല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ബോഡി വരുന്ന ക്യാമറയാണ്. ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും. അങ്ങനെ ലോക്കലായിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ NVRലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ചാനലാണ് ഇത്. അതായത് IP ക്യാമറകൾ, അലാം സിസ്റ്റംസ്, അതുപോലെ വീഡിയോ ഡോർ ഫോണുകൾ, നെറ്റ്വർക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവൽ ട്രെയിനിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുന്ന സ്ഥലത്ത്, അതായത് സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് പിന്നെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ജോയിൻ എന്നുള്ള ബട്ടൺ ആയിരിക്കും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഒരുപാട് പ്രൈവറ്റ് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതെല്ലാം കോൺഫിഗറേഷൻ വീഡിയോസാണ്. നിങ്ങൾ ടെക്നിക്കലി എന്തൂസിയാസ്റ്റിക് ആണ്, പ്രൊഫഷണലായിട്ട് ഈ ഫീൽഡിൽ ക്യാമറയുടെ നെറ്റ്വർക്കിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഫർമേറ്റീവ് ആയെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.